തിരൂർ MES സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. MES സംസ്ഥാന ഉപാധ്യക്ഷൻ K മുഹമ്മദ് ഷാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ VP മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് പരിപാടിയിൽ അധ്യക്ഷനായി. ഏറ്റവും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും, ഏറ്റവും പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ പോലീസും ചേർന്നുകൊണ്ട് തൃശ്ശൂരിലെ ഒരു മെഡിക്കൽ കോളേജിലെ നന്നായി പഠിച്ച് ഒരുപക്ഷെ പരീക്ഷ എഴുതിയാൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBSന് പിന്നെ നീറ്റ് എക്സാമിനേഷനിലൂടെ ക്വാളിഫൈഡ് ആവുക. അങ്ങനെ ക്വാളിഫൈ ചെയ്ത തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഇവർ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരോട് ചോദിച്ചു, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ഈ മെഥിലീൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്നറിയപ്പെടുന്ന MDMA ഉപയോഗിക്കുന്നവർ നിങ്ങളെ കൂടെ ആരൊക്കെയാണ്? 14 ഡോക്ടർമാരുടെ പേരാണ് പറഞ്ഞത്, ഹൗസ് സർജൻസ് ആയിട്ട്. നിങ്ങൾ പഠിച്ച് പാസ്സായി അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? ഈ കാണുന്ന രക്ഷിതാക്കൾക്ക് എന്ത് പ്രയോജനം? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ 10ാം ക്ലാസ്സിലേക്കും 12ാം ക്ലാസ്സിലേക്കും പുതുതായി എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ആവുമ്പം, ഈ സ്കൂളിലാവുമ്പം ഒരു പരിധി വരെ നിങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഒരു വലയം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇതിനെ രക്ഷപ്പെട്ട് നിന്നേക്കാം. നിങ്ങളെ തീക്ഷ്ണമായ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയപ്പെടുമ്പം നിങ്ങൾക്ക് നല്ല ഒരു പരിരക്ഷ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, അടുത്ത 12ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പോവുകയാണ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്. അവിടെ നിങ്ങൾ ക്ലാസ്സിൽ കയറിയെന്നോ, നിങ്ങൾ ഹോസ്റ്റലിൽ ടൈമിൽ എത്തിയെന്നോ, നിങ്ങൾ പഠിക്കുന്നിടത്ത് വേണ്ട രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആരും ഉണ്ടാവില്ല. നിങ്ങളെ രക്ഷിതാക്കൾക്ക് പോലും ആക്സസിബിലിറ്റി വളരെ കുറവായിരിക്കും. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തിരൂർ മേഖലാ സർക്കിൾ ഇൻസ്പെക്ടർ K സാദിഖ് മുഖ്യാതിഥിയായി. സ്കൂൾ സെക്രട്ടറി സലാം P ലില്ലിസ് മുഖ്യപ്രഭാഷണവും നടത്തി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിമുക്തി റിസോഴ്സ് പേഴ്സൺ K ഗണേശൻ ക്ലാസ് എടുത്തു. എൻ്റെ ഉമ്മ വളരെ കഷ്ടപ്പെട്ടു. ആ ഉമ്മയോടുള്ള ആ സ്നേഹം ഇപ്പോഴും ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. ഉമ്മയോട് അദ്ദേഹത്തിനുള്ള വല്ലാത്ത സ്നേഹം. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നത്. പക്ഷേ വളരുന്ന പ്രായത്തിലെല്ലാം ഞാൻ നന്നായി വായിക്കുമായിരുന്നു. പത്രം ചിലപ്പോൾ ഒരു പക്ഷെ വീട്ടിലേക്ക് വരുത്താനുള്ള ഒരു പശ്ചാത്തലമൊന്നും വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ലൈബ്രറിയിൽ പോയിട്ടും അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ കടയുടെ മുന്നിലിരിക്കുന്ന പത്രം 1 or 2 പത്രം ദിവസവും മനസ്സിരുത്തി വായിക്കുമായിരുന്നു. പ്രിൻസിപ്പളിനൊന്നും എനിക്കറിയില്ല. കയറി ചെന്നപ്പോൾ എന്നെ കണ്ടപാടെ പ്രിൻസിപ്പൽ മേഡം അവിടുന്ന് ചാടി എണീറ്റ്, ടീച്ചറാകെ അത്ര പേരേ ഉള്ളൂ, അത്ര ഹൈറ്റൊന്നുമില്ല, അവർ ചാടി എണീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മുറുകെ പിടിച്ചിട്ട് തൊട്ടപ്പുറത്ത്, ആ വാതിലിൻ്റെ അപ്പുറത്ത് സ്റ്റാഫ് റൂമാണ്. 150ഓളം സ്റ്റാഫ് ഉണ്ട്, വലിയ സ്കൂളാണ്. ആ സ്റ്റാഫ് റൂമിലേക്ക് എന്നെ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോയി. ഞാൻ പേടിച്ചു, ഇതപ്പോ ടീച്ചർ എന്നെ കാണിക്കണേ. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇതെന്റെ കുട്ടിയാണിട്ടാ, എന്നെ പഠിപ്പിച്ച ഫാത്തിമ ടീച്ചറായിരുന്നു അത്. മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു പക്ഷേ അതിന് ആ എൻട്രൻസ് ഒക്കെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ, ഇതിന് റാങ്കിൽ മുന്നിൽ വരണമെങ്കിൽ എത്രയോ കൊല്ലത്തെ കഠിന ശ്രമം, അത്രയും പഠിച്ചിട്ട് അത്രയും അറിവുള്ളവരാണ് കിട്ടുന്നത്. എന്നിട്ട് അത് കിട്ടി, അതിൽ MBBS കഴിഞ്ഞു. അതും വളരെ കഷ്ടപ്പെട്ടുള്ള പഠനമാണ്, നല്ല പാടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള അവര് ലഹരി മരുന്ന് പോലെയുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞു പോയത് അറിവില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്താ ഇല്ലാതെ പോയത്? തിരിച്ചറിവ്. അപ്പൊ ആ തിരിച്ചറിവോട് കൂടി വളരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസുകൾ വെക്കുന്നത്. സ്കൂൾ വൈസ് ചെയർമാൻ PA റഷീദ്, ജോയിന്റ് സെക്രട്ടറി നജിമുദ്ദീൻ കല്ലിങ്കൽ, മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ അതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. 10, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, തിരൂർ.